നിൽക്കുന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള ഒരു ലക്ഷൂറിയസ് യെറ്റ് സിമ്പിൾ പ്രോപ്പർട്ടിയിലാണ്. സോ നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിയോണ്ട് സ്പേസസ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ്. സോ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. സോ ആദ്യം തന്നെ നമ്മൾ കയറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലിവിങ് റൂമിലാണ്. ഈ ലിവിങ് റൂം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര പെയിലായിട്ടുള്ള, ഭയങ്കര എർത്ത്ലി ആൻഡ് ഒരു ബ്രൗണിഷ് ഷെയ്ഡ്സിലുള്ള കളേഴ്സാണ്. സോ ഇത് ആക്ച്വലി നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു കാം ഫീൽ വരുന്ന കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വുഡൻ പാനലിംഗ് പാർട്ടീഷൻസ് ഈ ഒരു ബോത്ത് സൈഡ്സിൽ നമുക്ക് കാണാം. സോ ആക്ച്വലി ഇതൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഈ ലിവിംഗ് റൂം ആണെങ്കിലും ഈ ഒരു ഡൈനിങ് ഏരിയ ആണെങ്കിലും ഇതൊരു ഒരുമിച്ചുള്ളൊരു സ്പേസ് ആയിരുന്നു. അപ്പം നമ്മുടെ ഇവിടുത്തെ വീട്ടുകാർക്ക് കുറച്ച് പ്രൈവസി കൺസേൺസ് ഉള്ളതുകൊണ്ട് അവരിങ്ങനെ ഒരു പാനലിംഗ് വെച്ച് ഒരു എന്താ പറയുക, ഈ സ്പേസും ആ സ്പേസും കൂടി അത് കൺജസ്റ്റഡ് ആവില്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൈവസി കിട്ടുന്ന മാതിരിയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ലിവിംഗ് ഏരിയയിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയിന്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് നിങ്ങൾ കണ്ടോ? ദിസ് ഇസ് ഗ്രീൻ, വൈറ്റ്, ഓഫ് വൈറ്റ്, യെല്ലോ, ബ്രൗൺ, എല്ലാം ഒരു എർത്ത്ലി ഷെയ്ഡ്സിലുള്ള കളേഴ്സാണ്. സോ ഈ ഒരു വീടിൻ്റെ തീമിനും ഈ ഒരു വീടിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി. പിന്നെ മറ്റൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൗച്ചാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു കൗച്ചാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഭയങ്കര വലിയ കൗച്ചാണ്. ആൻഡ് ദിസ് ഇസ് എ 7-seater കൗച്ച്. ഇതിലൊരു 11 ആൾക്കാർക്ക് വരെ ഇരിക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. സോ ഇവിടെ ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും വന്നിരുന്ന് സംസാരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആണിത്. പ്ലസ് ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ഓൺ ആയിട്ടുള്ള വേറെ എക്സ്ട്രാ ചെയർസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോകുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. സോ ദിസ് ഇസ് ദ ഡൈനിങ് ഏരിയ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഡൈനിങ് ഏരിയ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇറ്റ്സ് എ വെരി ബിഗ് സ്പേസ്. അപ്പോൾ നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ലിവിംഗ് റൂമിലുള്ള മാതിരി തന്നെ വളരെ സട്ടിലായിട്ടുള്ള കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം വൈറ്റ്, ഓഫ് വൈറ്റ്, ലൈറ്റ് പീച്ച്, അതേപോലെ വളരെ സട്ടിലായിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ദി ഡൈനിങ് ടേബിൾ ആൻഡ് ദി ഡൈനിങ് ചെയർസ്. ഈ ചെയർസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ച ചെയർസ് ആണ്. നമ്മൾ ഈ വീട്ടിൽ ഇതിൻ്റെ ഓണറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം, അവരുടെ ആവശ്യപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ച ചെയർസ് ആണ്. ആൻഡ് ദിസ് മോഡൽ ഇസ് കോൾഡ് ചണ്ഡീഗഡ് മോഡൽ. ഇത് ആക്ച്വലി വളരെ കോമൺ ആണ്. ബട്ട് ദെൻ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിക്കുമ്പോൾ ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. പിന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ദിസ് ബാൽക്കണി. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. അപ്പം ഇത് ആക്ച്വലി നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തൊരു ഏരിയ ആണ്. ഇത് ആക്ച്വലി ഒരു വർക്കിംഗ് ഏരിയ ആണ്. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് ബോറടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിളോ ചെയറോ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ബട്ട് യു ക്യാൻ കസ്റ്റമൈസ് ഇറ്റ് ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇവിടെ നിന്ന് കാഴ്ച കാണാനോ വർക്ക് ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡൈനിങ് ഏരിയയുടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാഷ് ബേസിൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡിസൈൻ. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. സോ നമുക്ക് ഇവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര പീസ്ഫുൾ ഫീലിംഗ് ആണ്. ബിക്കോസ് നമുക്കിവിടെ കളേഴ്സ് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, ഭയങ്കര സട്ടിൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാൾസിനാണെങ്കിലും ബെഡിനാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പെയിൻറ്റിങ്സ് ആൻഡ് കർട്ടൻസ്, എവറിത്തിങ് ഇസ് സോ സട്ടിൽ, സോ കാം.
ഇവിടെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് വെരി സ്മോൾ, ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എ വാർഡ്രോബ്. ഇവിടെ വാർഡ്രോബിൻ്റെ ഹാൻഡിൽസ് നോക്കിയാൽ നമുക്ക് കാണാം, ഇത് ഒരു ബ്രാസ് ഫിനിഷ് ഹാൻഡിൽസ് ആണ് ഇതിന് ഈ വാർഡ്രോബ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റ്സും ഇവിടുത്തെ പെയിൻറ്റിങ്ങും ഒക്കെ കണ്ടാൽ അറിയാം, ഇവിടെ എല്ലാം ഒരു ബ്രാസ് ആക്സിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരു ബ്രാസ് ടച്ച് കൊടുക്കാൻ ഇവർ നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റൂമിൽ യൂസ് ചെയ്തേക്കുന്ന ഫുൾ വേർട്ടിക്കൽ ലൈൻസ് ആണ്. ഇപ്പോൾ നമ്മൾ വാർഡ്രോബിൽ നോക്കുകയാണെങ്കിലും വാൾസിൽ നോക്കുകയാണെങ്കിലും ഇവിടെ വേർട്ടിക്കൽ ലൈൻസ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു റൂമിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. ഇത് ഇവരുടെ ഒരു മകൻ്റെ ബെഡ്റൂമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബെഡിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബേസിക് ഒരു വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ഈ ഒരു ബെഡ് എന്ന് പറയുന്നത് ഇതൊരു പ്ലാറ്റ്ഫോം ബെഡാണ്. ദാറ്റ് ഈസ് ഈ ഒരു പാനലിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ ഫ്യൂച്ചർ ഇഫ് യു വോണ്ട് ടു ഗിവ് ഇറ്റ് എ ഹെഡ് റെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ കൊടുക്കണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഗിവ് എ ഹെഡ് റെസ്റ്റ്. സോ ഇത് ഡിറ്റാച്ചബിൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടൊരു പാനലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട സെയിം ഷെയ്ഡ് തന്നെയാണ് എല്ലാ റൂംസിലും യൂസ് ചെയ്തിട്ടുള്ള കർട്ടൻ ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ റെയില് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഇസ് ദ മോസ്റ്റ് ട്രഡീഷണൽ നമ്മുടെ ബേസിക് കർട്ടൻ ഡിസൈനാണ് ഇത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ പണിത് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു മോഡേൺ ഡിസൈനോ ഒന്നുമല്ല. ഈ ഒരു വീടിനോട് സ്യൂട്ട് ആവോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഫുൾ ഡിസൈൻ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ ഒരു കർട്ടൻ്റെ ഡിസൈൻ ഈ വീടിൻ്റെ ഡിസൈനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ്. സോ കിച്ചണും ബാക്കിയുള്ള റൂംസിനെ പോലെ തന്നെ ഭയങ്കര സിമ്പിൾ ഡിസൈനാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എവറിതിങ് ഇസ് ഇൻ വൈറ്റ്, ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ. അപ്പോൾ കൂടുതൽ ലൗഡായിട്ടുള്ള ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും കിച്ചണിലില്ല. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് PU പെയിൻസ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇത് WPC വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ടെർമൈറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഒരു വുഡൻ യൂണിറ്റ് ഉണ്ട് ആൻഡ് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കപ്സും സോസേഴ്സും ഫാൻസി പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കറൻ്റ്ലി ഇപ്പോൾ ഒരു യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോറ് യു ക്യാൻ സ്ലൈഡ് ഇറ്റ് ഇൻസൈഡ്. അപ്പോൾ ഇതിന് പല യൂസസും ഉണ്ട്. നമുക്കിവിടെ അവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ആൻഡ് യു ക്യാൻ പുൾ ഇറ്റ് ഔട്ട് ആൻഡ് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. നമ്മുടെ ഹാൻഡ് റെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഭയങ്കര സ്ലീക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് ഫുള്ള് വുഡിലാണ്, ടീക്ക് വുഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ട്രഡീഷണൽ ലുക്കും കൂടി കൊടുക്കുന്നുണ്ട്. ആൻഡ് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാം ലോങ് വിൻഡോസ് ആണ്. 2 ലോങ് വിൻഡോസ് ഉണ്ട് ഓൺ ദ വേ ടു ദി അപ്സ്റ്റേഴ്സ്. സോ ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയയും 2 ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഈ ലിവിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അൺലൈക്ക് നമ്മൾ താഴെ കണ്ട ലിവിങ് ഏരിയയും ഡൈനിങ് ടേബിളും പോലെയല്ല, ഇവിടെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കൗച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡാർക്ക് ഓറഞ്ച് ഇൻ കളർ. അറ്റ് ദ സെയിം ടൈം ഇവിടെ കൊടുത്തിരിക്കുന്ന പെയിൻറ്റിങ്സ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് അവരുടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഇരുന്നിട്ടാണ് അവർ TV കാണുന്നത്. സോ ക്ലയൻറ്റിന് ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു വൈബ്രൻറ്റ് ഷെയ്ഡ്സ് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സീലിങ്ങിനെ അപേക്ഷിച്ച് ഈ ഒരു ഏരിയയിൽ വുഡൻ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് ദിസ് ഏരിയ. ഈ വീട്ടിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണിത്. ആൻഡ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമും കൂടിയാണിത്. ബിക്കോസ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഇതിൻ്റെ ഒരു സ്പേസിങ് ആയാലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ കളേഴ്സ് നോക്കുകയാണെങ്കിലും പെയിൽ കളേഴ്സ് ആണ്, ഭയങ്കര കാം ഫീലിംഗ് ആണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള റൂംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മച്ച് ബിഗ്ഗർ.
സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ട ആ ഒരു ചാണ്ഡിഗഡ് മോഡലിലുള്ള ചെയർ നമ്മൾ കണ്ടിരുന്നു. സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബെഡിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതും ഒരു പ്ലാറ്റ്ഫോം ബെഡാണ്. ദാറ്റ് ഈസ് യു ക്യാൻ ഡിറ്റാച്ച് ഇറ്റ് ഫ്രം ദി പാനൽ. ഇത് സെക്കൻഡ് ഫ്ലോറിലും മറ്റൊരു ബെഡ്റൂം ആണ്. സോ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സിമ്പിൾ ബെഡ്റൂം ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബെഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു 2 അറ്റാച്ച് സൈഡ് ലാംപ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ചെറിയൊരു വർക്ക് സ്പേസും അതുപോലെ ഒരു വാർഡ്രോബും ഉണ്ട്. അടുത്ത് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. And this is their balcony. സോ നമ്മുടെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു വീട് നമ്മൾ പണിതിരിക്കുന്നത്, എക്സെപ്റ്റ് ഫോർ ദി ലൈറ്റ്സ്. നമ്മുടെ ക്ലയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ബാംഗ്ലൂർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. സോ അവർക്ക് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിനൊക്കെ നാട്ടിലോട്ട് വരുമ്പോൾ ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹോൾ പ്രോപ്പർട്ടി 3300 സ്ക്വയർ ഫീറ്റ് ആണ്. കോവിഡ് ടൈമിൽ പണിയേൽപ്പിച്ചതുകൊണ്ട് തന്നെ 1 to 1.5 years എടുത്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടി പറ്റിയിട്ടുള്ള നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് ആയിട്ട് ഞങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.